ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തൊണ്ടവേദന മാറാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്ന കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം വരേണ്ടതായിരുന്നു. അത്രയും വരാതെ അതിനെ ഒരു റെഡ് കളറിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താനായിട്ട് ഈ ടിപ്പ് കൊണ്ട് എനിക്ക് സാധിച്ചു. അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ള കളറിലെ ഒരു പാട് പോലെയും ഒക്കെ തൊണ്ടയുടെ ഭാഗത്തൊക്കെ കാണാറുണ്ട് അല്ലേ. ഇപ്പോഴത്തെ ഈ ഒരു പനിയുടെ ഒരു പ്രത്യേകത കാരണം അത്യാവശ്യം നല്ല അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം അതുപോലെ തന്നെ വൈറൽ ഫീവറിൻ്റെ ഭാഗമായിട്ടും നമുക്ക് തൊണ്ടവേദന ഉണ്ടാവാം. ഞാൻ നല്ല വെയിലത്ത് നിന്ന് വന്നിട്ട് തണുത്ത വെള്ളം കുടിച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ ഒരു തൊണ്ടവേദനയും പനിയും ഒക്കെ സ്റ്റാർട്ടായത്. നമ്മളിവിടെ 2 മൾബറിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. മൾബറി ഇല്ലാത്തവർക്കായിട്ട് മറ്റൊരു ടിപ്പ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. മൾബറിയുടെ ഇല നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പാനിൽ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മൾബറിയുടെ ഇല അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. മൾബറിയുടെ ഇലയും കായും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ധാരാളം വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. മൾബറിയുടെ ഇലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുടിക്കാനായിട്ടല്ല കേട്ടോ തിളപ്പിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമഞ്ഞളില്ലാത്തവർക്ക് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കല്ലുപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലർക്കത് ഗാർഗിൾ ചെയ്യാനാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മിതമായിട്ട് ചേർക്കുക. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഇത് 1 ഗ്ലാസ് ആയിട്ട് വറ്റി വരണം. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് ആയിട്ട് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. തൊണ്ടയിൽ കൊള്ളാൻ പാകത്തിന് ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മൾബറി ചെടി അടുത്തൊന്നും ലഭ്യമല്ലാത്തവർക്ക് 1 സ്പൂൺ ഇഞ്ചി നീര് ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇത് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമുക്ക് ഗാർഗിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തൊണ്ടയിലെ ഇൻഫെക്ഷൻ കൂടാതിരിക്കാനായിട്ട് സഹായിക്കും. വൈറൽ ഫീവറൊക്കെ ആണെങ്കിൽ നമുക്ക് 5 ദിവസം അതിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് മുഴുവനും ആ ഒരു 5 ദിവസവും നമുക്കിത് ഗാർഗിൾ ചെയ്യാനായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരുപാട് പേർക്ക് ടോൺസിലൈറ്റിസും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള കൊച്ചു ടിപ്സുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. മറ്റൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം.